ദക്ഷിണേന്ത്യയിലെ പ്രധാന കാഴ്ചകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക പഴനി മലയുടെ താഴ്വാരത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ വലിയൊരു ഭംഗി ഉണ്ട്. ഇപ്പൊ ഇലക്ട്രിസിറ്റി ലൈറ്റൊക്കെ വന്നോട് കൂടിയിട്ട് ആ ശരവണപ്പൊയ്കട അവിടുന്ന് നോക്കുമ്പോൾ ആ പഴനി കാണൽ ഭയങ്കര രസം ആണ്. ഒരു സന്ധ്യക്കാണ് അധികം ഇവിടുന്ന് രാവിലെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് അവിടെ എത്തുമ്പോൾ ഏകദേശം സന്ധ്യാനേരത്താണ് പഴനിക്ക് പോവുക. ആ പഴനി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല കാഴ്ചകളാണ്. ഈ കാഴ്ചകൾ ഭൂരിപക്ഷവും ഇലക്ട്രിസിറ്റി ലൈറ്റ് മുതൽക്കൊക്കെ ഇപ്പൊ കയറണമെങ്കിൽ ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. കാലം മാറുമ്പോൾ അതിനൊക്കെ മാറ്റം വരാം. അവിടേക്ക് പോകാൻ ഇനിയിപ്പോൾ റോപ്പ് വേ വരെ വന്നുകൂടായൊന്നുമില്ല. പക്ഷെ ആ പോക്കിൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എവിടേക്ക് യാത്ര ചെയ്യുമ്പോഴും രണ്ട് കാര്യം: കൂടെ സത്സംഗത്തിന് ആള് വേണം. പറ്റുമെങ്കിൽ ആ വ്യക്തി നമ്മളെയൊക്കെ അറിവുള്ള ആളായിരിക്കണം, നമുക്ക് പറഞ്ഞു തരാൻ. അതുമല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ആള് ആയിരിക്കണം. യഥാർത്ഥത്തിൽ രണ്ട് പർവ്വതങ്ങൾ ഉണ്ട്. ഈ പർവ്വതങ്ങള് അവിടെ എങ്ങനെ എത്തിയത്? ഒന്ന് ഇടുമ്പൻഗിരി എന്നാണ് പറയുക. ഇത് ഹിമാലയത്തുനിന്ന് അഗസ്ത്യ മഹർഷി കൊണ്ടുവന്നതാണ്. ആ കഥ: അഗസ്ത്യ മഹർഷി ദക്ഷിണേന്ത്യയിലേക്ക് രണ്ട് പർവ്വതങ്ങൾ തൂക്കി കൊണ്ടുവന്നു. ക്ഷീണം സഹിക്കാൻ വയ്യ, താഴെ വെച്ചു. എടുക്കാൻ നിവൃത്തി ഇല്ല, വയ്യായ. അഗസ്ത്യൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉയരക്കുറവുള്ള ഒരു ഋഷി എന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അകത്ത് ഈശ്വരൻ, അതാണ് അഗസ്ത്യൻ. കടവുൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കിടക്കുക. ഉള്ളിലേക്ക് കിടക്കുന്നതാണ് കടവുൾ. കടക്കുക ഉള്ളോട്ട്, അത്രേ ഉള്ളൂ. ഇതാണ് ഈശ്വരൻ. തമിഴിൽ കടവുൾ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നാണ്. അതിൻ്റെ അർത്ഥം ഉള്ളിലേക്ക് കിടക്കലാണ്. അകത്ത് ഈശ്വരൻ ഉണ്ടെങ്കിൽ അഗസ്ത്യനാണ്. നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണെങ്കിൽ അകത്ത് ഈശ്വരനാണ്. ആ അഗസ്ത്യ മഹർഷിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അകത്തിച്ചീര. പശുക്കൾക്ക് വലിയ ഇഷ്ടമാണ്. പുതിയ വീടിന്റെ പാലുകാച്ച ദിവസം അകത്തിച്ചീരയും കൊണ്ട് അതിഥികൾ വരും, അവിടുത്തെ പശുവിന് കൊടുക്കും. ഈ ശിവഗിരി ശക്തിഗിരി രണ്ട് പർവ്വതത്തെ തൂക്കിയാണ് വന്നത്. ആ രണ്ട് പർവ്വതത്തെ തൂക്കി വന്നു. ക്ഷീണം കൊണ്ട് ഇരുന്നപ്പോ ഇടുമ്പൻ വന്നു. ഞാൻ സഹായിക്കാം, ഞാൻ തൂക്കാമെന്ന് പറഞ്ഞു. ഇടുമ്പൻ എന്ന് പറഞ്ഞാൽ എന്തിനേയും ഒളിപ്പിക്കുന്നവൻ എന്നാണ്. ഹൈഡ് ചെയ്യുക, ഇതാണ് ഇടുമ്പൻ. അപ്പൊ ഏതിനെയും ഹൈഡ് ചെയ്യും. തൽക്കാലം അത് നെഗറ്റീവ് അല്ലേ നമുക്ക് പറയാം, പക്ഷെ മുഴുവൻ നെഗറ്റീവ് അല്ല. അങ്ങനെ നെഗറ്റീവ് എന്നൊട്ടൊന്നുമില്ല. പലതിനെയും നമ്മൾ ഒളിപ്പിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച കാര്യം മറക്കാറില്ല. പഠിച്ച കാര്യം നമ്മൾ മറക്കാറുണ്ട്, പക്ഷെ എവിടെയോ ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ അത് ഓർമ്മയിൽ വരും ചെയ്യും. ഞാൻ
എടുത്ത് പൊക്കാന്ന് പറഞ്ഞു. 2 പാത്രത്തിലായിട്ട് 2 പർവ്വതത്തിന് പൊക്കി. ഇടുമ്പനും തളർന്നു. അപ്പൊ അഗസ്ത്യ മഹർഷി പറഞ്ഞു, പൊക്കാനുള്ള ശക്തി കിട്ടണമെങ്കിൽ മുരുകനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മുരുകനെ പ്രാർത്ഥിച്ചു. മുരുകൻ 8 സർപ്പങ്ങളുമായിട്ട് വന്നിട്ട് ഒരു ദണ്ടുണ്ടാക്കി, ബ്രഹ്മദണ്ഡി എന്ന് പേരിട്ടു. മുത്തൽ ദണ്ഡി എന്നും അതിന് പറയാറുണ്ട്. ആ 8 സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ 8 പ്രധാനപ്പെട്ട നാഡികളാണ്, അഷ്ടനാഡികളാണ്. മോഡേൺ സയൻസ് ആണ് ഈ പറയുന്നത്. ബ്രഹ്മദണ്ഡം എന്ന് പറഞ്ഞാൽ വല്ലാതെ വെയിറ്റ് വെക്കുമ്പോൾ നമ്മുടെ നടുവ് വേദനിക്കില്ലേ? സുഷുമ്ന എന്നൊരു നാഡി ഉണ്ടല്ലോ നമുക്ക്. ആ നാഡിയാണല്ലോ ഉയർന്നു നിൽക്കുന്നത്. ഗ്രാമീണ ഭാഷ പറഞ്ഞാൽ നട്ടല് വേണമടാ എന്നോട് എന്താ അർത്ഥം? സുഷുമ്ന വേണമെന്നാണ്. അതിന് ശക്തി കൊടുക്കുകയാണ്. അതായത് മുരുകൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ രൂപത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് 8 സർപ്പങ്ങളായി വന്നു എന്ന് പറയുമ്പോഴേ ഈ കഥ നിൽക്കുകയുള്ളൂ. ഈ കഥ ഇപ്പൊ പറയാൻ കാരണം ഇങ്ങനെ ചില സംഭവങ്ങൾ കഥാരൂപത്തിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് പറയാ? എഴുതി വെച്ച് നമ്മൾ മറന്നുപോകില്ലേ? ഈ 8 സർപ്പങ്ങള്, ആ സർപ്പങ്ങളെ കൊണ്ടൊരു കയറുണ്ടാക്കി. എന്നിട്ട് ബ്രഹ്മനാടി, ഈ ഇടുമ്പൻ അതെടുത്ത് 10 അടി നടന്നു. ഇടുമ്പൻ എന്ന് പറഞ്ഞാൽ മറക്കുന്നവൻ, മറവി, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവൻ. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗവും ആണ്. അപ്പൊ ഈ കുട്ടി എന്തോ മുമ്പിൽ വികൃതി കാണിച്ചു. കുട്ടിയെ അടിക്കാൻ കയ്യോങ്ങി. കയ്യോങ്ങിയപ്പോ ഈ 2 പർവ്വതങ്ങളായിട്ട് അങ്ങോട്ട് വീണു ഇടുമ്പൻ. മുരുകൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇടുമ്പനെ കാവൽ നിർത്തി. ഈ 2 പർവ്വതത്തിനെ രക്ഷിക്കാൻ കാവലാക്കി നിർത്തി. ഇത് പഴനിയിൽ പോകുമ്പോ ധാരാളം ഇടുമ്പൻ മലയിലേക്ക് പോകുന്നവരുണ്ട്. തമിഴ്നാട്ടിലാണല്ലോ ഇത്. തമിഴ്നാട്ടിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പല വ്യക്തികളും ആദ്യം ഇടുമ്പൻഗിരി കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അവിടെയും ചില പൂജയും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ പറയട്ടെ, ഞാൻ ഈ ഇടുമ്പൻഗിരി അകലെന്ന് കാണുകയല്ലാതെ അതിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല. ഇനിയിപ്പോ ഒരു യാത്ര പോകുമ്പോൾ ആദ്യം അവിടെയും കൂടി ഒന്ന് പോകും. വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥം ഇനിയും ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ശിവഗിരിയും ശക്തിഗിരിയും, എന്റെ ശിവഗിരി ശക്തിഗിരി എന്ന് പേര് വരാൻ കാരണം ഹിമാലയത്തിൽ 3000 പർവ്വതം ഉണ്ടല്ലോ. നമ്മുടെ ബ്രെയിനിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഒരു ശിവഗിരിയുണ്ട്, ശക്തിഗിരിയുണ്ട്. ശക്തിഗിരിയാണ് പരാശക്തി. നമ്മളുടെ പല കാര്യങ്ങളും പ്രാവർത്തിക ലോകത്ത് ചെയ്തു തരുന്ന ശക്തി വിശേഷമാണ്. അതിനെ പാർവതി എന്ന് വിളിക്കണം. പാർവതി ശക്തിയാണ്. അതിനെ നമുക്ക് സ്വന്തമാക്കണം. അവർ താമസിക്കുന്ന വീടാണ് ചിന്താമണി ഗൃഹം. ഫിലോസഫിക്കൽ തോട്ട് എന്ന്, അതാണ് ചിന്താമണി ഗൃഹം എന്ന് പറഞ്ഞ അർത്ഥം. തത്വചിന്താപരമായ മനസ്സ്. ഈ തത്വചിന്ത എന്നൊക്കെ പറഞ്ഞാൽ വലിയ അബദ്ധമാണ് എന്നാണ് പലരുടെയും വിചാരം. അതിനെ ആത്മീയത എന്ന് വിളിക്കുക, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എൻ്റെ പുസ്തകങ്ങളെ വിമർശിക്കുന്നവരുണ്ട്. അവർ പറയാറുണ്ട് അത് കംപ്ലീറ്റ് ആത്മീയല്ലേ, എന്തൊക്കെയോ ആത്മീയ അങ്ങനെ പറയല്ലേ.
പ്യുവർ സയൻസാണ് ഇത് മുഴുവൻ. ആ സയൻസിന്റെ ഒരു ഭാഗമാവണം നമ്മുടെ മസ്തിഷ്കം. അകത്ത് ഈശ്വരൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചിന്താമണികൾ ശിവഗിരിയെയും ശക്തിഗിരിയെയും നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു തടസ്സം വരാതാണ് ഇടുമ്പൻ. മുരുകഭക്തി നമുക്കുണ്ടെങ്കിൽ ആ മുരുകൻ ആജ്ഞാപിച്ചു, നീ ഇതിന്റെ കാവൽക്കാരനാവുക. ഇത്രയും ആലോചിച്ച് പഴനി പർവ്വതം കയറുമ്പോൾ ഇതൊക്കെ ആലോചിക്കും. ഇടയ്ക്ക് ഞാൻ ചിരിക്കും ചെയ്യും, നടന്നു പോകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്താ ചിരിക്കണത്. ചിരിക്കണം എന്താന്ന് നോക്കുമ്പോൾ പറയാൻ നോക്കില്ലല്ലോ, അവിടെ എന്തെങ്കിലും കാഴ്ച കണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടോ? അതല്ല, ഈ ചിലപ്പോൾ വല്ല ഗ്രാമത്തിലേക്ക് വാഹനമായിട്ട് പോകുന്നവർ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കാണേണ്ട ആളെ കാണാൻ പോയാൽ അവിടെ കുറച്ച് കുട്ടികൾ ഓടി കളിക്കുന്നുണ്ടാവും. ഇവര് കല്ലുകൊണ്ട് വരയ്ക്കുകയെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ രണ്ടാമത് പെയിന്റ് അടിക്കണമെങ്കിൽ ഭയങ്കര കാശ് വരും. അപ്പൊ അതിന്റെ കുട്ടികളവിടെ 8-10 കുട്ടികളുണ്ടാവും. അവരോട് ഗോപാലന്റെ വീട് എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ കാണിച്ചു തരും ചെയ്യും. ഈ കുട്ടികളെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ആളെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും മുതിർന്ന പയ്യനെ അടുത്തേക്ക് വിളിക്കും. എന്താണോ എൻ്റെ പേര്? പ്രദീപ് എന്നാണ്. ഈ പിള്ളേരെ ഒന്ന് നോക്കണം, ഞാൻ അവിടെ പോയിട്ട് ഈ ഗോപാലനെ കണ്ടുവരാം, ഈ ഒന്ന് വണ്ടിക്ക് കാവലിക്കൊണ്ടോ, ഇവരെ സൂക്ഷിക്കണം. ഇവനെ ഒന്നാട് പൊക്കി വെച്ചു. ആ പൊക്കിയിട്ട് വെച്ചാലോ അവൻ അപ്പം തന്നെ ബാക്കിയുള്ള മാറാ, വണ്ടിയുടെ അടുത്തുനിന്ന് മാറ്, വണ്ടിയുടെ അടുത്തുനിന്ന് പിടക്കരുത്, മാറ് എന്ന് പറഞ്ഞു. അവൻ ഇതിനൊക്കെ അവകാരനായി. ഹൈഡ് ചെയ്യുക, നിന്ദിക്കുക, ഇങ്ങനത്തെ ഇടുമ്പന്മാരെ എന്നല്ല, നമ്മളുടെ അകത്തുള്ള ആ അംശത്തെ കാവക്കാരനാക്കുക. അപ്പൊ ഈ വണ്ടി നിർത്തിയ ആളിത് പറഞ്ഞിട്ടൊന്നും ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് ചിരി വരികയാണ് ചെയ്തത്. കാരണം ഇതല്ലേ ഇപ്പൊ ഇവിടെ മുരുകൻ ചെയ്തത്. മുരുകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഷുമ്ന ബ്രഹ്മദണ്ഡിന്റെ പേരാണ്. നമ്മുടെ അകത്ത് നടക്കുന്ന ഒരു കാര്യം പുറത്ത് ഭംഗിയായിട്ട് കാണിച്ച്, അവിടെ 2 പർവ്വതമുണ്ട്, ആ പർവ്വതം കണ്ടുവന്നോ, ക്യൂല് മുമ്പിലെത്തിയോ എന്നല്ല ചോദ്യം. ബുദ്ധിവികാസം ഉണ്ടാവുകയും നമ്മുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണെന്ന് ആലോചിക്കുമ്പോൾ പഴനി അതിമനോഹരമാണ്. അഗസ്ത്യരെ എനിക്കിഷ്ടമാണ്, ഇടുമ്പനെയും ഇഷ്ടമാണ്. നമസ്കാരം.